പുറത്ത് ജോലിക്ക് പോകാതെ കുടുംബത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുന്ന മനോഹരമായ ദൗത്യം പേറുന്ന അമ്മമാർക്കും ഔദ്യോഗിക ജീവിതം ഒരുമിച്ച് കുടുംബജീവിതത്തിൻ്റെ കൂടെ കൊണ്ടുപോകേണ്ടി വരുന്നത് ഒരു ചാലഞ്ചായി കാണുന്ന ഇന്നത്തെ സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റാണിത്. വിശ്വാസ വളർച്ചയിൽ വളരെയേറെ പ്രതിസന്ധികൾ നേരിടുന്നവരാണ് നമ്മളുടെ സ്ത്രീ സഹോദരിമാർ. ഓരോ കുഞ്ഞിൻ്റെയും കുടുംബത്തിൻ്റെയും ആത്മീയ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന അപ്പന്മാരെ പോലെ തന്നെ സ്ത്രീകളുടെ വിശ്വാസ ജീവിതം സഭയുടെ തന്നെ കെട്ടുറപ്പിന് പ്രധാനപ്പെട്ടതാണ്. തിരുസഭയിൽ പരിശുദ്ധ കന്യകാമറിയം തുടങ്ങിയ അനേകം സ്ത്രീകളായ വിശുദ്ധർ അനുകമ്പയുടെയും ആത്മധൈര്യത്തിൻ്റെയും അചഞ്ചലമായ ഭക്തിയുടെയും സഹനങ്ങളുടെയും ആ പാതയിൽ വിശ്വസ്തരായി മുന്നേറിക്കൊണ്ട് വിശുദ്ധി കൈവരിച്ചിട്ടുണ്ട്. നമുക്ക് ആശ്രയിക്കാനും മാതൃകയാക്കാനും ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധയുണ്ടെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളും നിലപാടുകളും എന്തിനേറെ നമ്മുടെ ജീവിതശൈലി പോലും രൂപാന്തരപ്പെടും. ഉത്തരവാദിത്വങ്ങളുടെ നിറവിൽ മുന്നേറുന്ന നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തെ സ്ത്രീകൾക്ക് പ്രചോദനവും മാതൃകയും മാർഗദർശനവും പ്രദാനം ചെയ്യുന്ന 6 വിശുദ്ധരായിട്ടുള്ള വ്യക്തികളെ പരിചയപ്പെടാം. ഒന്നാമതായി ആവിലയിലെ വിശുദ്ധ അമ്മ ത്രേസ്യ. യേശുവിൻ്റെ തെരേസ എന്നറിയപ്പെടുന്ന ആവിലയിലെ വിശുദ്ധ ത്രേസ്യ ഒരു മിസ്റ്റിക് എഴുത്തുകാരിയും കർമ്മലീത്ത നവീകരണത്തിൻ്റെ പരിഷ്കർത്താവുമായിരുന്നു. ദ ഇൻറ്റീരിയർ കാസൽ, ദ വേ ഓഫ് പെർഫെക്ഷൻ എന്നീ രചനകൾ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്ന വിശുദ്ധയുടെ ഈടുറ്റ കൃതികളാണ്. പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ദൈവവുമായുള്ള ബന്ധത്തിൽ വളരാൻ വിശുദ്ധ ത്രേസ്യയുടെ ജീവിതം മാതൃകയും പ്രചോദനവുമാണ്. ആത്മീയ വളർച്ചയും ആന്തരിക പരിവർത്തനവും ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വിശുദ്ധ ത്രേസ്യ ഒരു വഴികാട്ടിയാണ്. അടുത്തത് സിയന്നയിലെ വിശുദ്ധ കാതറിൻ. സിയന്നയിലെ വിശുദ്ധ കാതറിൻ കത്തോലിക്ക സഭയിലെ ഒരു സന്യാസിയും മിസ്റ്റിക്കും ആക്ടിവിസ്റ്റും എഴുത്തുകാരിയുമായിരുന്നു. സഭയ്ക്കുള്ളിൽ സമാധാനവും നവീകരണവും കൊണ്ടുവരാനുള്ള വിശുദ്ധയുടെ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. നീതിക്കും ഐക്യത്തിനും വേണ്ടി വാദിച്ചുകൊണ്ട് അധികാരത്തോടെ അവൾ നിർഭയമായി സത്യം സംസാരിച്ചു. വിശുദ്ധയുടെ കത്തുകളും സംഭാഷണങ്ങളും ദൈവവുമായുള്ള അവളുടെ ആഴത്തിലുള്ള അടുപ്പത്തെയും മറ്റുള്ളവരെ സേവിക്കാനുള്ള അവളുടെ അചഞ്ചലമായ പ്രതിബദ്ധതയും വെളിപ്പെടുത്തുന്നവയാണ്. സമൂഹത്തിലെ അനീതികളെ നേരിടാനുള്ള വിശുദ്ധ കാതറിൻ്റെ ധൈര്യവും ദൈവത്തോടുള്ള അഗാധമായ സ്നേഹവും എന്നെ ശ്രവിക്കുന്ന സഹോദരിമാർ നിങ്ങളുടെ ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കാനും ലോകത്തെ നന്മയിൽ രൂപപ്പെടുത്താനും ഇത് തീർച്ചയായിട്ടും സഹായിക്കും. അടുത്തത് വിശുദ്ധ ജിയന്ന ബെറേറ്റ മൊല്ല. ഉദാത്തമായ മാതൃത്വത്തിൻ്റെയും നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും ത്യാഗപൂർണമായ സാക്ഷ്യത്തിൻ്റെയും മാതൃകയാണ് വിശുദ്ധ ജിയന്ന ബെറേറ്റ മൊല്ല. മാതൃത്വത്തിൻ്റെ അഗാധമായ അന്തസ്സും മൂല്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വന്തം കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി മരണം വരിച്ച വിശുദ്ധ ജിയന്ന ഇന്നത്തെ നമ്മളുടെ സ്ത്രീകൾക്ക്, എന്നെ ശ്രമിക്കുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും വീരോചിതമായ പുണ്യത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും പുതിയ വഴികൾ കാണിച്ചു തരുന്നു. എന്ത് കാര്യത്തേക്കാൾ ഉപരി നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുക എന്നത് നമ്മളുടെ പരമമായ കടമയാണെന്ന് വിശുദ്ധ ജിയന്ന തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു. ഒരു ഡോക്ടറായിരുന്ന ജിയന്നയുടെ മെഡിക്കൽ ജീവിതവും കുടുംബജീവിതവും കർത്താവിൻ്റെ വചനങ്ങളോടും പഠിപ്പിക്കലുകളോടും ഇഴചേർന്ന് കിടക്കുന്നതായിരുന്നു. കുടുംബത്തിലും ജോലി മേഖലകളിലും നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കുവാൻ വിശുദ്ധ ജിയന്നയുടെ മാധ്യസ്ഥവും മാതൃകയും സഹോദരിമാരെയും അമ്മയെയും എന്നെ ശ്രവിക്കുന്ന അമ്മമാരെയും തീർച്ചയായും സഹായിക്കും. അടുത്തത് ലിസ്യുവിലെ തെരേസ. ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന ലിസ്യുവിലെ വിശുദ്ധ കൊച്ചു ത്രേസ്യ ലാളിത്യം കൊണ്ടും വിനയം കൊണ്ടും ദൈവസ്നേഹത്തിലുള്ള ശിശു സഹജമായ ആശ്രയത്വം കൊണ്ടും അനേകം ഹൃദയങ്ങളെ കീഴടക്കിയ വിശുദ്ധയാണ്. ആധ്യാത്മിക ശിശുത്വത്തിലൂടെ സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി കണ്ടുപിടിച്ച വിശുദ്ധ കൊച്ചു ത്രേസ്യ ചെറിയ ചെറിയ കാര്യങ്ങളെ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സാധാരണ ജീവിതത്തിൽ വിശുദ്ധി കൈവരിക്കാൻ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിതം നമുക്ക് പ്രചോദനമാണ്. ഓരോ പ്രവൃത്തിയുടെയും മഹത്വം അതിൻ്റെ വലുപ്പത്തിലല്ല, മറിച്ച് അതിൽ അടങ്ങിയിരിക്കുന്ന സ്നേഹത്തിലാണ് എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധയുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും അനുദിന ജീവിതത്തിൽ
സഹോദരിമാരെ, അമ്മമാരെ, നമ്മൾക്ക് ജീവിതത്തിൽ വിശുദ്ധി കണ്ടെത്താൻ തീർച്ചയായിട്ടും നമ്മെ സഹായിക്കും. അടുത്തത് വിശുദ്ധ മോനിക്ക. അടിയുറച്ച വിശ്വാസത്തിൻ്റെയും നിരന്തര പ്രാർത്ഥനയുടെയും മാതൃകയാണ് വിശുദ്ധ അഗസ്റ്റിൻ്റെ അമ്മയായ വിശുദ്ധ മോനിക്കയുടെ ജീവിതം. തൻ്റെ ഭർത്താവിനെ പ്രതിയും മകനെ പ്രതിയും വർഷങ്ങളോളം വേദനയും അനിശ്ചിതത്വവും നേരിടേണ്ടി വന്നിട്ടും മോനിക്ക ഒരിക്കലും ദൈവ പരിപാലനയിലുള്ള വിശ്വാസത്തിൽ ഒട്ടും തന്നെ പതറിയില്ല. വിശുദ്ധ മോനിക്കയുടെ ക്ഷമയുടെയും അചഞ്ചലമായ പ്രതീക്ഷയുടെയും മാതൃക സ്ത്രീകളെ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവം നമ്മുടെ നിലവിളി കേൾക്കുകയും എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി പരിണമിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന അനുഭവമാണ് വിശുദ്ധയുടെ ജീവിതം നമ്മൾക്ക് സാക്ഷ്യമായി ഉറപ്പായി നൽകുന്നത്. വിശുദ്ധയുടെ മധ്യസ്ഥത അമ്മമാർക്കും പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിനായി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ആശ്വാസത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടമായി തുടരുന്നു. അവസാനമായി വിശുദ്ധ എലിസബത്ത് ആൻ സെറ്റൺ. റോമൻ കത്തോലിക്ക സഭ വിശുദ്ധയായി പ്രഖ്യാപിച്ച ആദ്യത്തെ അമേരിക്കൻ സ്വദേശിനിയാണ് വിശുദ്ധ എലിസബത്ത് ആൻ സെറ്റൺ. എലിസബത്ത് ഒരു ഭാര്യയും അമ്മയും അധ്യാപികയും സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെയിൻറ്റ് ജോസഫിൻ്റെ സ്ഥാപകയുമായിരുന്നു. വിദ്യാഭ്യാസത്തോടുള്ള അവളുടെ മനോഭാവവും സമർപ്പണവും സേവനവും എണ്ണമറ്റ ജീവിതങ്ങളെ, പ്രത്യേകിച്ച് അനേകം സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിതത്തെ മാറ്റിമറിച്ചു. ഭർത്താവിൻ്റെ മരണവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉൾപ്പെടെ നിരവധി പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും എലിസബത്ത് ദൈവഹിതത്തോടുള്ള പ്രതിബദ്ധതയിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചു. വിശുദ്ധ എലിസബത്തിൻ്റെ സഹാനുഭൂതിയും അനുകമ്പയും എടുത്തു പറയേണ്ടതാണ്. ദൈവത്തിൻ്റെ കരുതലിൽ വിശ്വസിച്ച് ആത്മധൈര്യത്തോടും കൃപയോടും കൂടി ജീവിക്കാൻ ഈ വിശുദ്ധരുടെ ജീവിതം സ്ത്രീകളായ നിങ്ങളെ, സഹോദരിമാരെ, അമ്മമാരെ പ്രചോദിപ്പിക്കട്ടെ.